മസിൽ ഗ്രിഡിൻ്റെ 48 വോൾട്ട് 100 AH ബാറ്ററിയാണിത്. ഇത് വാങ്ങിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 2 മാസമായിട്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുക. അങ്ങനെ ഇവരുടെ ഇതിൽ ബാറ്ററിയുടെ പുറത്ത് കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ വിളിക്കാൻ ശ്രമിച്ചു, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു, ഇമെയിൽ അയച്ചു, എന്നിട്ടൊന്നും റെസ്പോൺസൊന്നും ഇല്ലായിരുന്നു. വാറണ്ടി രജിസ്ട്രേഷനൊക്കെ നേരത്തെ ചെയ്തതാണ്. ഇപ്പോൾ കംപ്ലയിൻ്റായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഈ സ്വിച്ചിലാണ് കംപ്ലയിൻ്റായിട്ട് കാണിക്കുന്നത്. സ്വിച്ചിന് ഔട്ട്പുട്ടില്ല. ഇത് ഓണാക്കിയാലും ഇതിൻ്റെ ബാറ്ററി ആയിട്ടുള്ള ലിങ്ക് വരുന്നില്ല. ഇൻവെർട്ടറിൽ കാണിക്കുന്നത് നോ ബാറ്ററി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് ഇൻവെർട്ടറിൽ കാണിക്കുന്നത്. ഒരാഴ്ചയായിട്ട് ഇത് കംപ്ലീറ്റ്ലി ഡെഡായിട്ടിരിക്കുകയാണ്, പിന്നീട് ഓണായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, പുതിയ ബാറ്ററി വാങ്ങിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് തന്നെ സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇലക്ട്രോണിക്സിലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാനിത് സർവീസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇതിൻ്റെ സ്വിച്ച് മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ടോപ്പ് കവർ തുറക്കുന്നതിന് 3 റിവറ്റ് ഈ സൈഡിലുണ്ട്. 1, 2, 3. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുമുണ്ട് 3 റിവറ്റ്. അതുകൂടാതെ സൈഡിൽ 6 സ്ക്രൂ ആണുള്ളത്. 2 സൈഡിലും 6 സ്ക്രൂ വെച്ചുണ്ട്. അപ്പം അതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ടോപ്പ് ബുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്, സോളാർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വോൾട്ടേജ് നോക്കാം, ടെർമിനൽ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 22.5 വോൾട്ടാണ്. നോർമലി ഇത് ഒരു 54 വോൾട്ടാണ് ഇതിലേക്ക് കാണിക്കാറുള്ളത്. അപ്പം ഇൻവെർട്ടറിൽ നിന്നുള്ള സപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വോൾട്ടേജ് കുറവ് കാണിക്കുന്നത്. ഇനി നമുക്കിത് 2 വോൾട്ട് അഴിച്ച് ബാറ്ററിയുടെ ടെർമിനലിൽ അഴിച്ചു വിടാം. അഴിക്കുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിരിക്കണം. യാതൊരു കാരണവശാലും ഇത് ഷോർട്ടാകാൻ പാടില്ല. ടെർമിനലുകളൊന്നും, ബാറ്ററിയുടെ ടെർമിനലുകൾ ഷോർട്ടാകാൻ പാടില്ല. ഇത് 100 AH ബാറ്ററി ആയതുകൊണ്ട് 100 AH ആണ് പറയുന്നതെങ്കിൽ ഇതിനകത്തുള്ള സെല്ലുകൾ 100 AH സെല്ലുകളാണ്. 3.2 വോൾട്ട് 100 AH സെല്ലുകളാണ്. അപ്പം ഇതിന് വളരെ ഹൈ കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഷോർട്ട് ചെയ്യുന്നത്, ഇപ്പം സ്പാനർ കൊണ്ടാണ് ഷോർട്ടാകുന്നതെങ്കിൽ എക്സ്പ്ലോഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ബാറ്ററി ടെർമിനൽ അടിക്കാനായിട്ട്. നമുക്കിതിൻ്റെ ഈ സൈഡിൽ സ്ക്രൂ അടിക്കാം. ആ സ്ക്രൂ ആണുള്ളത്. ഇത് ഇലക്ട്രോണിക്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇലക്ട്രോണിക്സ് സർവീസ് ചെയ്യുന്നവരുടെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് റിസ്ക് ഉള്ള വർക്കാണ് ബാറ്ററിയുടെ സർവീസിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം ഇത് ചെയ്യാമെന്നുള്ളത്. നമുക്ക് റിപ്പറ്റ് അടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡ്രിൽ ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ഹെഡ് കളഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ് പൊട്ടിച്ചെടുക്കാനായിട്ട്. ഹെഡ് റിമൂവ് ചെയ്യാൻ പാടാണെങ്കിൽ ഒരു ചിസൽ വെച്ചിട്ട് ഹെഡ് അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അത് പൊക്കോളും. അങ്ങനെ 6 റിവറ്റും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് ഒന്ന് പൊക്കി നോക്കാം. ഇതാണ് അകത്ത് കാണുന്ന ഇത്. ഒരു കവർ വെച്ച് സെൽസ് മൂടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് BMS ബോർഡ്. അത് ഡിസ്പ്ലേ ബോർഡാണ്. അതവർ സിലിക്കോൺ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ടെർമിനലിൽ നിന്ന് സ്വിച്ച് വഴിയാണ് റെഡ് വയർ പോയിരിക്കുന്നത്. ബ്ലാക്ക് വയർ ഡയറക്റ്റ് BMS ബോർഡിലേക്ക് പോയിരിക്കുകയാണ്. മറ്റേ സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. MCB അതിൻ്റെ താഴെയുള്ള ഒരു ബോൾട്ടിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബോൾട്ടം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാം. മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചാൽ മതി. അതിന് നേരെ താഴത്തേക്ക് പോരും. അവിടെ കാണുന്ന ആ ചെറിയ വയർ ഈ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ BMS ഓൺ ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 25 സ്ക്വയർ എമ്മിൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ DC സൈഡിൽ. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കാം. ഇതാണ് പുതിയ DC MCB 125 ആമ്പിയറിൻ്റെ അമേസി സ്മാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇതാണ് ഇതിലുണ്ടായിരുന്ന MCB മസിൽ ഗ്രിഡിൻ്റേത്. ഇത് ഫാൾട്ട് ചെയ്യും. കുറച്ച് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഫാൾട്ട് ചെയ്യും. പുതിയ MCB കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽസ്. അവിടെയുള്ള ആ ഒരു ഷീറ്റ് പൊക്കി കഴിയുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ അതാണ്. സെല്ലുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ്, അവിടെ നിന്ന് പോയിരിക്കുന്ന ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജൊക്കെ നമ്മുടെ മൊബൈൽ ആപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ് എടുത്തിരിക്കുന്ന വയറുകളാണ് ഇവിടെ കാണുന്നത്.
MCB പൊസിഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ചെയ്യണം. റിബറ്റ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ. ഈ 2 സൈഡിൽ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയാൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡിൽ സ്ക്രൂ ചെയ്തു. ഓൺ ചെയ്ത് നോക്കാം. ഡിസ്ചാർജ് 5.9 ആംപിയർ, 49.8 വോൾട്ട്, 99% ഡിസ്ചാർജ്. അപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളിവിടെ മൊബൈൽ ആപ്പിലെ സ്ക്രീനാണ് ഈ കാണുന്നത്. JKBMS എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴിയാണ് കണക്റ്റ് ആകുന്നത്. അപ്പോൾ നമുക്കൊരു 10 മീറ്റർ റേഞ്ച് കിട്ടില്ല, ഒരു 5-6 മീറ്റർ റേഞ്ചിൽ നമുക്കിതിൻ്റെ കണക്ഷൻ കിട്ടുന്നുണ്ട്. വോൾട്ടേജ് കാണിക്കുന്നുണ്ട് 47.79 വോൾട്ട്. ഡിസ്ചാർജ് ആംപിയർ കാണിക്കുന്നുണ്ട്. ലോഡ് അനുസരിച്ചാണ് ആംപിയർ വരുന്നത്. സെൽ വോൾട്ടേജുകളാണ് താഴെ കാണിക്കുന്നത്. 15 സെല്ലാണ് ഉള്ളത്. 15 സെല്ലിൻ്റെ 3.2 വോൾട്ടിൻ്റെ സെല്ലുകൾ. ഇത് അതിൻ്റെ ബേസിക് സെറ്റിങ്സാണ്. അഡ്വാൻസ് സെറ്റിങ്സ് താഴെയുണ്ട്. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് പാസ്വേഡ് കിട്ടിയാലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇവർ പാസ്വേഡ് കൊടുക്കാറില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതാണ്ട് ഒരു 15 മിനിറ്റ് വാലിഡേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയർ ആയി പോകും. ഇതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സാണ്, ഡീഫോൾട്ട് സെറ്റിങ്സാണ് ഈ കാണുന്നത്. അപ്പോൾ മസിൽ ഗ്രിഡിൻ്റെ ഈ ബാറ്ററിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്വിച്ച് മാറ്റുന്നതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് മുമ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പം ബാറ്ററി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. റേറ്റിൽ കുറവുള്ളത് കൊണ്ടും പിന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യാമെന്നുള്ള ഇതുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇതിലേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. എനിവേ എല്ലാവർക്കും ഒന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, കുറച്ച് പേർക്കേ വന്നിട്ടുള്ളൂ. യൂട്യൂബിലെ വേറെ വീഡിയോസ് ഞാൻ കണ്ടു ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു വെരി മച്ച്. സീ യു അഗൈൻ.